Hello students, welcome back to YouTube Place Academy. ഇന്ന് നമ്മൾ ബിസിനസ് സ്റ്റഡീസ് 10th സ്റ്റാൻഡേർഡിൻ്റെ ബിസിനസ് സ്റ്റഡീസ് ചാപ്റ്റർ 17 ആണ് എടുക്കുന്നത്. റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് കൺസ്യൂമേഴ്സ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് കൺസ്യൂമർ, ആരാണ് കൺസ്യൂമർ, അതുപോലെ കൺസ്യൂമറിസം എന്താണ്, അതുപോലെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് കൺസ്യൂമേഴ്സ്, അവരുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും, കൺസ്യൂമറിൻ്റെ ഉപഭോക്താവിൻ്റെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ പറ്റിയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. ഹൂ ഈസ് എ കൺസ്യൂമർ? ആരാണ് ഉപഭോക്താവ്? നിർവചിക്കുക. അപ്പം കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ സ്വന്തം ഉപയോഗത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരാൾക്ക് ഉപയോഗത്തിന് വേണ്ടിയോ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വാങ്ങുന്നയാളിനെയാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഉപഭോക്താവ് അഥവാ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഒരു സാധനം പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അയാൾ വാങ്ങിക്കൊടുക്കുകയോ ചെയ്യുന്ന ഒരു ആളിനെയാണ് നമ്മൾ ഉപഭോക്താവ് എന്ന് പറയുന്നത്. നമ്മൾ ഡയറക്റ്റ് വാങ്ങി ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒരു സാധനം കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അയാൾ ഒരു ഉപഭോക്താവാണ്. ഓക്കെ, അതാണ് സ്വന്തം ഉപയോഗത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരാൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയോ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വാങ്ങുന്നയാളിനെയാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഉപഭോക്തൃവൽക്കരണം അഥവാ മീനിങ് ഓഫ് കൺസ്യൂമറിസം എന്താണെന്ന് നോക്കാം. ഉപഭോക്താക്കൾ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി സ്വയം കൈക്കൊള്ളുന്ന നടപടികളെയാണ് ഉപഭോക്തൃവൽക്കരണം എന്ന് പറയുന്നത്. ഉൽപ്പാദകർ, കച്ചവടക്കാർ, സേവനദാതാക്കൾ തുടങ്ങിയവരുടെ ഉപഭോക്താക്കളുമായുള്ള ബന്ധത്തിൽ സത്യസന്ധതയും നീതിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനുള്ളത്. ഉപഭോക്തൃവൽക്കരണം വിപണിയിൽ കണ്ടുവരുന്ന അധാർമിക പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കളിൽ അവബോധം സൃഷ്ടിക്കുകയും ഉപഭോക്താക്കളുടെ അവകാശങ്ങളെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ചിന്തിക്കാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് കൺസ്യൂമറിസം അഥവാ ഉപഭോക്തൃവൽക്കരണം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിൽ വഞ്ചിക്കപ്പെടാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റിയുള്ള കറക്റ്റായിട്ടുള്ളൊരു ധാരണയോ നമ്മളിപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ ഒരു വഞ്ചിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് എതിരെ എന്ത് റെമഡീസ് എടുക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് നമുക്ക് ഒരു അവെയർനെസ് തരുന്നതാണ് ഈ ഉപഭോക്തൃവൽക്കരണത്തിലൂടെ. അപ്പോൾ ഈ സത്യസന്ധമായും നീതിയും ഒക്കെ ഉറപ്പാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഉപഭോക്തൃവൽക്കരണത്തിനുള്ളത്. അപ്പോൾ നമ്മൾ മോസ്റ്റ് ഓഫ് ദ കൺസ്യൂമേഴ്സിനും എന്താണ് അവരുടെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനൊന്നും പറ്റിയിട്ടൊന്നും വലിയ ധാരണയൊന്നുമില്ല. അതുപോലെ നമ്മൾ പർച്ചേസ് ചെയ്ത പ്രൊഡക്ട്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം അല്ല അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും വലിയ അറിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതുപോലെ ഈ ഒരു ഉപഭോക്തൃവൽക്കരണമൊക്കെ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ എന്ന് നോക്കാം. ആദ്യം നമുക്ക് റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് നോക്കാം. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ എന്തെല്ലാമാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. ഉപഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് ചില അവകാശങ്ങൾ സർക്കാർ അനുവദിച്ചു നൽകിയിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് അവകാശമായിട്ട് റൈറ്റാണ് സുരക്ഷിതത്വം ലഭിക്കുന്നതിനുള്ള അവകാശം. ഉപഭോക്താക്കളുടെ ആരോഗ്യത്തിനോ ആയുസ്സിനോ ഹാനി വരുത്തുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിന് അവർക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് ഹാനികരമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ കൈക്കൊള്ളേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണെന്ന് ഉപഭോക്താക്കൾ അറിയുന്നു. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരക്കുറവ് കൊണ്ട് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ കച്ചവടക്കാരനെതിരെ പരാതി നൽകാനും നഷ്ടപരിഹാരം നേടിയെടുക്കാനും ഉപഭോക്താവിന് അവകാശമുണ്ട്. ഇത് നമ്മളൊക്കെ കൺസ്യൂമേഴ്സാണ്. നമ്മളൊക്കെ ഓരോ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഉപഭോക്താക്കളാണ്. അപ്പം നമുക്ക് എന്താണ് ഒരു പ്രൊഡക്റ്റ് വാങ്ങി നമ്മളൊരു സാധനം വാങ്ങിയിട്ട് അത് എത്രയൊക്കെ സേഫ്റ്റി ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിനോ ആയുസ്സിനൊക്കെ ഭീഷണിയായി നിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു സുരക്ഷിതത്വം ലഭിക്കുന്നതിനുള്ളൊരു അവകാശം നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ ഏതൊരു കമ്പനീൻ്റെ ഒരു പ്രൊഡക്റ്റാണോ നമ്മൾ വാങ്ങിയത് അത് കഴിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ഗുണനിലവാരക്കുറവ് കൊണ്ടൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെതിരെയായിട്ട് ഒരു കച്ചവടക്കാരനെതിരായിട്ട് നമുക്ക് പരാതി നൽകാനും അതുപോലെ തന്നെ അതിൻ്റെ കോമ്പൻസേഷൻ വാങ്ങിക്കാനൊക്കെ നമുക്കൊരു അവകാശമുണ്ട്. അതാണ് നമ്മുടെ ഫസ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഉൽപ്പന്നത്തെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ ഏതൊരു ഉൽപ്പന്നം വാങ്ങുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ഗുണനിലവാരം, തൂക്കം, വില, ഗ്രേഡ്, നിർമ്മിച്ച കമ്പനി, നിർമ്മാണ തീയതി തുടങ്ങിയവ അറിയിക്കുന്നതിനും ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ അതിൻ്റെ A to Z കാര്യങ്ങൾ നമ്മുടെ ആ ഒരു
സെല്ലറിൻ്റെ അടുത്തോ അവിടെ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് നമുക്ക് ചോദിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ നമ്മൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ, അതുപോലെ ഈ ഒരു ഏത് ബ്രാൻഡാണ്, ഏത് പ്രൊഡക്റ്റാണ്, ഏത് കമ്പനി നിർമ്മിച്ചതാണ്, എവിടെയാണ് അത് മാനുഫാക്ചർ ചെയ്തത്, അതിൻ്റെ ഒരു ഗ്രേഡ്, അതിൻ്റെ ഒരു തൂക്കം, അതുപോലെ ആ ഒരു റേറ്റ്, വില, അതിനൊക്കെ പറ്റി നമുക്ക് ചോദിച്ചറിയാനുള്ള നമ്മുടെ ഒരു അവകാശമുണ്ട്. അതാണ് ഉൽപ്പന്നത്തെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശം നമുക്കുണ്ട്. അതാണ് സെക്കൻഡ് റൈറ്റ്, രണ്ടാമത്തെ അവകാശം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, തിരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശം. പല കച്ചവടക്കാരും ഉൽപ്പാദകരും നിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളുടെ മേൽ കെട്ടിയേൽപ്പിക്കാൻ പല മാർഗങ്ങളും നോക്കുന്നു. എന്നാൽ ഓരോ ഉപഭോക്താവിനും വിപുലവും വൈവിധ്യവുമാർന്നതുമായ ഉൽപ്പന്നങ്ങളിൽ നിന്നും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. നമ്മൾ നോർമലി ഓരോ കടയിലൊക്കെ പണ്ടൊക്കെ പോവുകയാണെങ്കിൽ എന്താ, അവർ തരുന്ന പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ നമ്മൾ നിർബന്ധിതരാവും. അപ്പോൾ അവർ പറയും ഇതാണ് നല്ലത്, നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക, അങ്ങനെയൊക്കെ നമ്മളെ കുറേയൊക്കെ നമ്മൾ ഇതാക്കും, പറ്റിക്കാനൊക്കെ നോക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇഷ്ടമുള്ളത്, നമ്മളിപ്പോൾ അവരുടെ ഏത് പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് ഏതാണ് നല്ലത് തോന്നുന്നത് അത് അനുസരിച്ച് ചൂസ് ചെയ്യാനും, അത് നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം എടുക്കാൻ, അത് തിരഞ്ഞെടുക്കാനുള്ള സെലക്റ്റീവായിട്ട് നമുക്ക് ചൂസ് ചെയ്യാനുള്ളൊരു റൈറ്റ് ഉണ്ട്. അതുപോലെ അവർ തരുന്ന സാധനത്തിനെ വാങ്ങി വരണമെന്ന് ഒരു നിർബന്ധമില്ല. അത് തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു കൺസ്യൂമറിൻ്റെ ഒരു അവകാശമാണത്, തിരഞ്ഞെടുക്കാനുള്ളൊരു അവകാശം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ആണ് നോക്കാനുള്ളത്. എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഒരു കൺസ്യൂമറിനുള്ളതെന്ന്. അപ്പോൾ നമുക്ക് അവകാശങ്ങളുണ്ട്, അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമുക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഉപഭോക്താക്കളുടെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാം. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം അവർക്കുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കണം. ഉത്തരവാദിത്തങ്ങളില്ലാതെ അവകാശങ്ങൾ സാധ്യമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ഏതൊക്കെയാണെന്ന് ഇനി നോക്കാം. ഫസ്റ്റ് വൺ ആണ് സ്വാശ്രയ ഉത്തരവാദിത്വം. മറ്റുള്ളവരാൽ കബളിക്കപ്പെടുന്നതിൽ നിന്നും സ്വയം സംരക്ഷിക്കപ്പെടേണ്ടവരാണെന്ന ബോധ്യമുണ്ടെങ്കിൽ ഉത്തരവാദിത്വമുള്ള ഒരു ഉപഭോക്താവിന് എപ്പോഴും തൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ കഴിയും. നമ്മൾക്ക് സ്വാശ്രയമായ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരോ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടൊക്കെ നമ്മൾ വഞ്ചിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് അതിൽ നിന്ന് സ്വയം സംരക്ഷിക്കാനുള്ളൊരു ബോധം നമ്മൾക്ക് ഉണ്ടാവണം. എപ്പോഴും നമ്മൾ ഒരാളുടെ ഒരു കാര്യത്തിലൂടെ നമ്മൾ കബളിക്കപ്പെടരുത് എന്നുള്ളൊരു ധാരണയിലൂടെ വേണം നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ്, എന്ത് സാധനം വാങ്ങിക്കുകയാണെങ്കിലും. ഓക്കെ, അപ്പോൾ നമ്മളൊരു അവെയർ ആയിരിക്കണം. ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടാവും വേണം. നമ്മൾ ഒരാളുടെ ഒരു കാര്യങ്ങൾ കൊണ്ടും നമ്മൾ പറ്റിക്കപ്പെടരുത്. അപ്പം തന്നെ നമ്മൾക്ക് ആ ഒരു വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയും അവിടെ കുറയും. അപ്പോൾ നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും കഴിയുന്നതാണ്. അതാണ് സ്വാശ്രയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഇടപാടുകാരുടെ തെളിവ് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങിയതിൻ്റെ തെളിവുകളും ബില്ലുകളും ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ രേഖകളും സൂക്ഷിച്ചു വയ്ക്കുക എന്നതാണ് ഉപഭോക്താവിൻ്റെ രണ്ടാമത്തെ ഉത്തരവാദിത്വം. വാങ്ങിയ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉന്നയിക്കണമെങ്കിൽ ഇത്തരം രേഖകൾ കൂടിയേ തീരൂ. അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും, ഇതൊരു ചെറിയൊരു കാര്യമാണെങ്കിലും വലിയൊരു കാര്യം പർച്ചേസ് ചെയ്യുകയാണെങ്കിലും എത്ര ക്യാഷിൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ ഒരു സാധനം വാങ്ങിച്ചാൽ അതിൻ്റെ ബില്ലും കാര്യങ്ങളും, ഗ്യാരണ്ടി, വാറണ്ടി, എല്ലാ ബിൽസും കാര്യങ്ങളും നമ്മൾ സൂക്ഷിച്ചു വെക്കണം. എന്നാലും നമുക്ക് ഇനി ഭാവിയിൽ എന്തെങ്കിലും ആ ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു പരാതി നമുക്ക് കൊടുക്കണമെങ്കിലൊക്കെ തെളിവ് അവർ ചോദിക്കുക ആ ഒരു ബില്ലായിരിക്കും മാത്രമേ നമ്മുടെ കയ്യിലുണ്ടാവുന്ന ഏക പ്രൂഫ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടത് അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ന്യായമായ നഷ്ടപരിഹാരം മാത്രം തയ്യാറാക്കൽ എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകുകയും നഷ്ടപരിഹാരം ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ അത് ന്യായവും യുക്തിപരവുമായിരിക്കണം. അല്ലെങ്കിൽ കോടതികളിൽ നിന്ന് അനുകൂലമായ സഹായം ലഭിക്കണമെന്നില്ല. അപ്പോൾ അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം, അത് നമ്മുടെ ഒരു റൈറ്റാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഇന്ന പ്രശ്നങ്ങളുണ്ട്, അപ്പം നമ്മളൊരു കേസ് കൊടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു കമ്പനിയിലോട്ടൊക്കെ പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ നഷ്ടപരിഹാരം അവർ തരികയാണെങ്കിൽ അത് ന്യായമായിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു സാധനം പർച്ചേസ് ചെയ്തിട്ട് അതിനെന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം ഇപ്പോൾ ഒരു 1000 രൂപയുടെ സ്ഥാനത്താണെങ്കിൽ ഒരു 10,000 രൂപ അതിന് നഷ്ടപരിഹാരമായി കിട്ടണം എന്നൊരു കൺസ്യൂമർ എവിടെയും പോയിട്ട് പറയാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ അതിനൊക്കെ ഒരു ന്യായമായ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ കോടതിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് നമുക്ക് നടപ്പിലാക്കി തരാം. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് ആ ഒരു കാര്യം, അപ്പോൾ നമ്മുടെ ആ ഒരു ആവശ്യം അത് ന്യായമല്ല എന്ന് അവർക്ക് തോന്നിയാൽ അത് റിജക്റ്റ് ആയിപ്പോൾ അപ്പോൾ നമുക്കൊരു കോമ്പൻസേഷനും കിട്ടില്ല. അപ്പോൾ അത് നമ്മളൊരു ന്യായമായ നഷ്ടപരിഹാരം ആയിരിക്കണം നമ്മളൊരു വാങ്ങിക്കേണ്ടത്. അപ്പോൾ അത് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്
ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ശരിയായ ഉപയോഗം. ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ട, മനഃപൂർവ്വമായി കേടുപാടുകൾ വരാതിരിക്കുക, അതുപോലെ തന്നെ ഉൽപ്പാദകർ, കച്ചവടക്കാർ, സേവനദാതാക്കൾ എന്നിവരുമായി ഉണ്ടാക്കിയിട്ടുള്ള ഉടമ്പടികൾ ലംഘിക്കപ്പെടാതിരിക്കാൻ ഉപഭോക്താവ് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് ആയിരിക്കും, അപ്പോൾ അത് നമ്മളൊരു സാധനം വാങ്ങിക്കുക എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അവരുടെ ആ ഒരു പോളിസിയിൽ ഉണ്ടാവും. ഇപ്പം ഒരു ഗ്യാരണ്ടി, ഒരു വാറണ്ടി പീരീഡൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, അപ്പോൾ ഈ ഒരു 1 ഇയർ ഗ്യാരണ്ടിയുള്ള പ്രൊഡക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞാൽ അതുവരെ അവർ സാധനം മാറ്റി തരും. അതിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ മാറ്റി തരും എന്നൊക്കെ ഒരു തന്നിട്ടുണ്ടാവും, നമുക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ എന്താണ്, അതുപോലെ അവർ പറഞ്ഞ രീതിയിൽ തന്നെ ഫോളോ അപ്പ് ചെയ്ത് പോവുക. അല്ലാതെ നമ്മളിപ്പോൾ ആ ഒരു സംഭവം 1 ഇയർ കഴിഞ്ഞിട്ടും അതിനൊരു കേട് സംഭവിച്ചാൽ അവർ ഉത്തരവാദികളല്ല. അപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് കുറച്ച് പാലിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ആ ഒരു സാധനം. അതുപോലെ മനഃപൂർവ്വമായിട്ട് നമുക്കിപ്പോൾ ഗ്യാരണ്ടി ഒക്കെ ഉണ്ടല്ലോ, ഈ ഒരു പ്രൊഡക്റ്റിന് എന്തെങ്കിലുമൊക്കെ നാശം സംഭവിക്കാം, എന്തെങ്കിലും നമ്മൾ മനഃപൂർവ്വമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കേടുപാടുകളൊക്കെ അതിനെ സംബന്ധിച്ചിട്ട് ഇത് മാറ്റി തരണമെന്ന് പോയിട്ട് അങ്ങനെ പറയാനൊന്നും പാടില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. അതാണ് ഈ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ശരിയായ ഉപയോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. മെയിൻലി ഇതിൽ നമുക്ക് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ എന്താണ്, an individual who purchase or products or services or his personal use and not for manufacturing or resale. നമ്മുടെ ഒരു പേഴ്സണൽ യൂസിനോ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടോ ആയിരിക്കും നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക. അങ്ങനെ ഒരു വ്യക്തി, ആ ഒരു ഇൻഡിവിജ്വലിനെയാണ് നമ്മൾ ഉപഭോക്താവ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കൺസ്യൂമറിന് തീരുമാനിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണോ, പ്രൊഡക്റ്റോ സർവീസസ് എന്താണോ അത് നമ്മൾ വാങ്ങിക്കണോ, ആ ഒരു സ്റ്റോറിൽ നിന്ന് നമ്മൾ വാങ്ങിക്കണോ, അല്ലെങ്കിൽ നമുക്ക് ഇത് നല്ലതാണോ, അല്ലെങ്കിൽ ഒരു പരസ്യം കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കണ്ടിട്ട് അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടായിരിക്കും ഒരു ഉപഭോക്താവ് ഒരു സാധനം വാങ്ങിക്കുക. അപ്പോൾ അങ്ങനെ സ്വന്തം ഉപയോഗത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരാൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയോ ഉൽപ്പന്നങ്ങളും സേവനങ്ങളൊക്കെ വാങ്ങുന്നയാളിനെയാണ് നമ്മൾ ഉപഭോക്താവ് എന്ന് പറയുന്നത്. അതുപോലെ കൺസ്യൂമറിസം എന്ന് പറഞ്ഞാൽ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്വയം കൈക്കൊള്ളുന്ന നടപടികളെയാണ് ഉപഭോക്തൃവൽക്കരണം അഥവാ കൺസ്യൂമറിസം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ റൈറ്റ്സ് പറഞ്ഞു. ഉപഭോക്താക്കളുടെ അവകാശങ്ങളായിരുന്നു സുരക്ഷിതത്വം ലഭിക്കുന്നതിനുള്ള അവകാശമുണ്ട്, അതുപോലെ ഉൽപ്പന്നത്തെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശമുണ്ട്, തിരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശമുണ്ട്. അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് കൺസ്യൂമേഴ്സ് ആയിരുന്നു സ്വാശ്രയ ഉത്തരവാദിത്തം, ഇടപാടുകാരുടെ തെളിവ് സൂക്ഷിക്കുക, ന്യായമായ നഷ്ടപരിഹാരം മാത്രം തയ്യാറാക്കൽ, ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ശരിയായ ഉപയോഗം. അത്രയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിളായിരുന്ന ഒരു ചാപ്റ്ററായിരുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.